ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബറാത്തിനൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ചക്കരച്ചോറ് എന്നാണ് നാട്ടിലൊക്കെ പറയാറ്. ബറാത്തിന് എല്ലാവരും വീട്ടിൽ മിക്ക ആൾക്കാരും നല്ല എന്തെങ്കിലും ഒരു സ്വീറ്റ് ഡിഷൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒന്നുകിൽ ഗോതമ്പ് പായസം ഉണ്ടാക്കും, അല്ലെങ്കിൽ കായ്ക്കറി ഉള്ള എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കാറ്. നമ്മളെപ്പോഴും വീട്ടിൽ ഗോതമ്പ് പായസം ഉണ്ടാക്കാറ്. അപ്പം ഞങ്ങൾക്കിന്ന് കുറച്ച് അധികം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 4 കപ്പ് കുത്തിയ ഗോതമ്പ് ഒരു 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നന്നായി വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുത്തിയ ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഗോതമ്പിൻ്റെ തൊലിയൊക്കെ കളറിലുള്ള ഗോതമ്പാണ്. നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് 1 കപ്പ് ചനദാളാണ്, കടലപ്പരിപ്പ്. അതും ഒരു ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു 2 തേങ്ങയുടെ പാല് എടുത്ത് വെക്കണം. 1-ാം പാലും വേണം, പിന്നെ 2-ാം പാലും 3-ാം പാലും കൂടെ ഒരുമിച്ചുള്ളതും കൂടെ വേണം. നല്ല കട്ടിയുള്ള 1-ാം പാല് ഒരു 6 കപ്പോളം വേണ്ടി വരും. പിന്നെ കുറച്ച് കട്ടി കുറഞ്ഞ പാല് 12 കപ്പ് വരെ വേണം. അത് നമുക്ക് 2-ാം പാല് ഒരു വലിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇപ്രാവശ്യം അടുപ്പിലാണ് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റോവിലും ഉണ്ടാക്കാറുണ്ട്. ഈ 2-ാം പാൽ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് അതൊന്ന് വെന്ത് വരാൻ വേണ്ടി കാത്തിരിക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി മുറിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് ഈ ഗോതമ്പ് പായസത്തിന്. എന്നിട്ട് മൂടി വെച്ചുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പൊന്ന് പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാതെ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നെങ്കിൽ ഗോതമ്പ് ഒന്ന് പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് റൈസ് കുക്കറിലേക്കൊക്കെ ഇറക്കി വെക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് കുക്കറിലെങ്ങാനും കുറച്ചൊന്ന് വേവിച്ചിട്ട് ചേർത്തിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചസാര നമ്മൾ ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും മധുരമൊക്കെ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഒരു കനലിൽ മാത്രമേ ഇത് വേവാൻ പാടുള്ളൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള ഗോതമ്പ് പായസം നമുക്ക് കിട്ടുക. ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നെങ്കിൽ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് അടുക്കി പിടിക്കും. അപ്പോൾ ഗോതമ്പ് പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്.
അപ്പോൾ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഗോതമ്പും കടലപ്പരിപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ പഞ്ചസാരയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലൊരു മണമായിരിക്കും ഗോതമ്പ് പായസത്തിനൊപ്പം ഉണ്ടാവുക. പഞ്ചസാര ചേർക്കുമ്പോൾ ഈ ഗോതമ്പ് പായസം ഒന്നുകൂടി ലൂസായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര അരിഞ്ഞിട്ട് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ചേർത്ത പഞ്ചസാര പോരായിരുന്നു. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള 1 കിലോ പഞ്ചസാര മൊത്തത്തിൽ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു മധുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിക്കൊടുക്കാം. അപ്പം ഗോതമ്പ് പായസമായിട്ട് റെഡി ആയിട്ടുണ്ട്. പഞ്ചസാര ഇട്ടപ്പോൾ ഒന്നും കൂടി ലൂസായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പായസമാണിത്. നമ്മൾ ചക്കരച്ചോറ് എന്നാണ് ഇതിനെ പറയാറ്. അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഗോതമ്പ് പായസം തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ചൂടോട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് തണുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര മധുരം കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കണം. എന്നാൽ മാത്രമേ തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഗോതമ്പ് പായസം ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.